നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇത് പുണ്യമാസമാണ്, നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും പുണ്യനാളുകൾ. എന്നാൽ അതും മറന്ന് ഭീകരപ്രവർത്തനത്തിനിറങ്ങിയിരിക്കുന്ന ഹമാസ് കൂട്ടത്തിൻ്റെ നിലവിളി ഉയരുകയാണ് ഗാസയിൽ. ഒരിളവും ദയാദാക്ഷിണ്യവും ഹമാസ് അർഹിക്കുന്നില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചതോടെ അതിശക്തമായ തിരിച്ചടി നേരിടുകയാണ് ഹമാസ്. ബന്ദികളെ തിരികെ കിട്ടില്ല, അവരെ കൂട്ടിയിട്ട് കത്തിക്കുമെന്ന് ഇസ്രയേലിനെ വെല്ലുവിളിച്ച ഹമാസിനെ നരകം കാണിച്ച് ജൂതപ്പട. കഴിഞ്ഞ ദിവസം ഹമാസ് ഇന്റലിജൻസ് മേധാവി ഉസാമ തബാഷിന്റെ തലയെടുത്ത IDF ഉറങ്ങിയില്ല. ഇരുട്ടി വെളുക്കും മുൻപേ ഹമാസ് രാഷ്ട്രീയ നേതാവ് സലാഹ് അൽബർദൈവിന്റെ തലയും എടുത്തു. വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് ശേഷം ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ ഹമാസ് ഉന്നതരിലെ 7 തലകൾ ഇതിനോടകം വീണുകഴിഞ്ഞു. കൃത്യമായ പ്ലാനിംഗ് ഇട്ടാണ് സലാഹ് അൽബർദീവിനെ തീർത്തത്. തെക്കൻ ഗാസയിലെ ഖാൻ യൂനൂസിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് സലാഹ് കൊല്ലപ്പെട്ടത്. സലാഹും ഭാര്യയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഒരു ബുള്ളറ്റ് ചീറിയെത്തി സലാഹിന്റെ തലയോട്ടി ചിതറിച്ചു. പിന്നീട് അതിശക്തമായ വ്യോമാക്രമണം നടന്നു. ഈ ആക്രമണത്തിൽ സലാഹിന്റെ ഭാര്യയും കൊല്ലപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ. ഭാര്യയോടൊപ്പം പ്രാർത്ഥിക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നതെന്ന് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. സലാഹിന്റെയും ഭാര്യയുടെയും അടക്കമുള്ള രക്തസാക്ഷികളുടെയും രക്തം വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഇന്ധനമാകുമെന്നും ശത്രുവിന് നമ്മുടെ നിശ്ചയദാർഢ്യത്തെ തകർക്കാനാവില്ലെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഹമാസ് നേതൃത്വത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവായ താഹിർ അൽനോനോ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തെക്കൻ ഗാസയിലെ വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ സൈനിക ഇന്റലിജൻസ് തലവൻ ഉസാമ തബാഷിനെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ സേന അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അടക്കത്തിനു പോലും തബാഷിന്റെ ബോഡി ഉണ്ടായിരുന്നില്ല, അതും ചിന്നിച്ചിതറിയിരുന്നു. വെടിനിർത്തലിന് ശേഷം ആക്രമണം തുടങ്ങിവെച്ച ഇസ്രയേൽ ഗാസയിലുള്ള ഹമാസിന്റെ തലകളാണ് നോട്ടം വയ്ക്കുന്നത്. സലേഹിന്റെ കൂടി ഉൾപ്പെടെ 7 നേതാക്കളെ ഇതിനോടകം കാലപുരിക്ക് അയച്ചിട്ടുണ്ട്. ഹമാസ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തലവനായ ജനറൽ മഹ്മൂദ് അബു വദ്ഫയെ ആദ്യം തീർത്തത്. IDFന്റെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനിയായിരുന്നു ഇയാൾ. ഗാസ മുനമ്പിലെ ഹമാസിന്റെ പോലീസിന്റെയും ആഭ്യന്തര സുരക്ഷാ സേവനങ്ങളുടെയും തലവനായിരുന്നു കൊല്ലപ്പെട്ട അബു വാദ്ഫ. അതിനുശേഷം ഹമാസ് രാഷ്ട്രീയ ബ്യൂറോ അംഗവും സർക്കാർ പ്രവർത്തന നിരീക്ഷണ സമിതിയുടെ തലവനുമായ ഇസാം ദാലിസിനെ തീർത്തു. ഹമാസിന്റെ പ്രധാനമന്ത്രി പദത്തോടുള്ള ഒരു പദവിയാണ് ഇയാൾ അലങ്കരിച്ചിരുന്നത്. ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗവും ഹമാസിന്റെ അടിയന്തര കമ്മിറ്റിയുടെ തലവനുമായ അബു ഉബൈദ അൽജമാസിയുടെ തലയും എടുത്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഹമാസിന്റെ നീതിന്യായ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ ഖട്ടയും കൊല്ലപ്പെട്ട മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹമാസിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ബഹ്ജത്ത് അബു സുൽത്താനാണ്. സൈനിക വിഭാഗത്തിന് പുറത്തുള്ള സുരക്ഷാ സേനയുടെ ഉത്തരവാദിത്തങ്ങളുള്ള മന്ത്രാലയത്തിന്റെ തലവനായിരുന്നു ഇയാൾ. കഴിഞ്ഞ ദിവസം ഉസാമ തബാഷും തൊട്ടു പിന്നാലെയാണ് സലാഹും തീർന്നത്. നേതാക്കന്മാരെ എണ്ണിപ്പെറുക്കി തീർത്തുകെട്ടുകയാണ് ഇസ്രയേൽ. അടുത്തതാര് എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. ചത്തൊടുങ്ങുമെന്ന് ബോധ്യപ്പെട്ടതോടെ ഗാസയിലുള്ള നേതാക്കന്മാരെല്ലാം പ്രാണനും കൊണ്ട് ഓടുകയാണിപ്പോൾ. എന്നാൽ തെക്കൻ ഗാസയും വടക്കൻ ഗാസയും കയ്യേറിക്കഴിഞ്ഞു ഇസ്രയേൽ. ഗാസയിൽ അകപ്പെട്ട നേതാക്കന്മാർക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത ഗതികേടാണ് വന്നിരിക്കുന്നത്. ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രയേൽ. അതേസമയം ഗാസയിലെ നിയന്ത്രണം വിട്ടൊഴിയണമെന്ന് ഹമാസിനോട് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫത്താ മൂവ്മെന്റ് ആവശ്യപ്പെട്ടു. 2007 മുതലാണ് ഹമാസ് ഗാസയിൽ നിയന്ത്രണം പിടിച്ചത്. യുദ്ധം തുടരുന്നത് പലസ്തീനികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഫത്താ മൂവ്മെന്റിന്റെ മുന്നറിയിപ്പ്. ഹമാസ് ഗാസയിലെ കുട്ടികളോടും സ്ത്രീകളോടും പുരുഷന്മാരോടും അനുകമ്പ കാണിക്കണമെന്നും ഫത്താ വക്താവ് ആവശ്യപ്പെട്ടു. ഗാസയിൽ വ്യാഴാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 100 കണക്കിന് പേർ മരിച്ചിരുന്നു. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 190 കുട്ടികൾ ഉൾപ്പെടെ 510 പേർ മരിച്ചുവെന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അവകാശപ്പെട്ടത്.
ഗാസയിലെ ഒരേ ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഇസ്രയേൽ തകർത്തിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതോടെയാണ് ഇപ്പോൾ ഫത്താ മൂവ്മെൻറ്റ് ഹമാസിനോട് എത്രയും പെട്ടെന്ന് ഗാസയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഹമാസ് ഇപ്പോൾ പലസ്തീൻ സർക്കാരിനെതിരെ ഇടഞ്ഞിരിക്കുകയാണ്. ഗാസ തങ്ങളുടെ മണ്ണാണെന്നും ഇവിടെ നിന്ന് 1 ഇഞ്ച് പിന്നോട്ടേക്ക് പോകില്ല എന്നും ഇസ്രയേലിന് നേരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്നുമാണ് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ഗാസയിൽ നിന്ന് പിന്നോട്ടേക്ക് പോകാൻ തങ്ങൾ ഒരുക്കമല്ല എന്നാണ് ഇപ്പോഴും ഹമാസ് വ്യക്തമാക്കുന്നത്. ഹമാസ് ഗാസയിൽ തുടരുന്നത് പലസ്തീനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശം തന്നെയാണ്. ബാക്കിയുള്ള ഹമാസുകളെ അവിടെ നിന്ന് ഓടിക്കാൻ പലസ്തീൻ സർക്കാരും ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇസ്രയേലും അമേരിക്കയും മുൻകൈയെടുത്ത് ഗാസ പൂർണ്ണമായും പിടിച്ചെടുത്ത് പലസ്തീന് കൊടുത്താൽ പലസ്തീൻ സർക്കാർ അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. എന്നാൽ ഒരു ഉറപ്പ് വേണം, ഇനി ഹമാസ് അവിടെ ഉണ്ടാകില്ല എന്ന്. ഹമാസ് അവിടെ ഉണ്ടായാൽ ഇസ്രയേലിന് മാത്രമല്ല പലസ്തീൻ സർക്കാരിനും പലസ്തീൻ ജനതയ്ക്കും തന്നെ നാശമാണ്. ഞായറാഴ്ച രാവിലെ IDF ഗാസയിലും പ്രത്യേകിച്ച് റഫയിലും അധിനിവേശം ഗണ്യമായി വർദ്ധിപ്പിച്ചു. തെക്കൻ സുൽത്താനിൽ നിന്ന് പലസ്തീൻ സിവിലിയന്മാരെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. മാർച്ച് 18-ന് ഇസ്രയേൽ ഹമാസുമായുള്ള ആക്രമണം കടുപ്പിച്ച ശേഷം 4 പ്രധാന മേഖലകളിൽ ഒന്നിലെ 2ാമത്തെ പ്രധാന പ്രദേശം കൈവശപ്പെടുത്താൻ നീക്കം തുടങ്ങി. കഴിഞ്ഞ ആഴ്ച IDF ഗാസയുടെ 4 പ്രധാന ഭാഗങ്ങളിൽ ഓരോന്നിലും ഒരു പ്രദേശം മാത്രമേ ആക്രമിച്ചിരുന്നുള്ളൂ. വടക്കൻ ഗാസ, മധ്യ ഗാസ, ഖാൻ യൂനുസ്, റഫ എന്നിവ ഹമാസിൽ നിന്ന് പിടിച്ചെടുക്കാനാണ് ഇസ്രയേൽ നീക്കം ശക്തമാക്കിയിരിക്കുന്നത്. മുൻപ് IDF മധ്യ റഫയുടെ മധ്യഭാഗത്തുള്ള ഷബൗറ ആക്രമിച്ചിരുന്നു. മെഡിറ്ററേനിയൻ തീരപ്രദേശത്തോട് അല്പം അടുത്താണ് ടെൽ സുൽത്താന കിടക്കുന്നത്. ഇത് പടിഞ്ഞാറൻ റഫയോട് ചേർന്നുമാണ്. മുൻ ഹമാസ് നേതാവായ യഹ്യ സിൻവറിനെ IDF കൊലപ്പെടുത്തിയ സ്ഥലമാണ് ടെൽ സുൽത്താൻ. 2024 വേനൽക്കാലത്ത് റഫയിലെ ഹമാസ് പ്രതിരോധത്തിന്റെ കേന്ദ്രമായിരുന്നു ഇത്. ഹമാസ് വധിച്ച 6 പേർ ഉൾപ്പെടെ നിരവധി ബന്ദികളെ പാർപ്പിച്ചിരുന്ന സ്ഥലം കൂടിയാണ് ഇത്. ഗാസയിലെ സിവിലിയന്മാരെ റഫ പ്രദേശങ്ങളിൽ നിന്നും പുറത്താക്കാൻ ഉത്തരവിട്ടതിലൂടെ ഗാസയിലെ ഒരു വലിയ വിഭാഗം ഇപ്പോൾ അൽമവാസി മാനുഷിക മേഖലയിലേക്ക് മാറേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അധിനിവേശം ഇപ്പോഴും ക്രമേണ തുടരുകയാണെങ്കിലും ഹമാസ് ഇതുവരെ സ്ഥിരമായ പ്രതിരോധം നടത്തിയിട്ടില്ല. 60 ദിവസത്തെ വെടിനിർത്തൽ കാലയളവിലും അൽമവാസി അഭയാർത്ഥി ക്യാമ്പുകൾ വിട്ടുപോകാത്ത പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം ഗാസയിൽ പുനർനിർമ്മാണം സാധ്യമാകാതെ ഇത്തരം ക്യാമ്പുകളിൽ എത്ര കാലം തുടരേണ്ടി വരും എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയുമുണ്ട്. തിരികെ ഇനി ഗാസയിലേക്ക് വരാൻ കഴിയുമോ, തങ്ങളുടെ മണ്ണിൽ ജീവിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ആശങ്കയാണ് ക്യാമ്പുകളിൽ കഴിയുന്ന അഭയാർത്ഥികളെ വേട്ടയാടുന്നത്. എന്നാൽ ഇസ്രയേലാകട്ടെ അതിശക്തമായ ആക്രമണം നടത്തി മുന്നോട്ട് പോകുന്നു. ഹമാസ് ഇപ്പോഴും ഒളിപ്പോരിന് തയ്യാറായി തന്നെ നിൽക്കുന്നു. പശ്ചിമേഷ്യ വീണ്ടും കലാപകലുഷിതമാകുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.